പക്ഷെ ഇപ്പം ബ്രാഹ്മണരെ വല്ലതും അതുപോലെ പാവങ്ങൾ. പക്ഷെ ഭൂരിപക്ഷം ബ്രാഹ്മണ കുടുംബങ്ങളും പട്ടിണിയിലാണ് കേരളത്തിൽ. ഭൂമിയില്ല, ഒന്നുമില്ല അവർക്ക്. സഖാവിന് ഈ നേതാക്കളെ ഓർമ്മയുണ്ടോ? ബ്രാഹ്മണരെ കൈവശമുള്ള ഭൂമിയൊക്കെ എടുത്ത് നാട്ടുകാർക്ക് കൊടുത്തത് ഈ നേതാക്കളാണ് സഖാവേ. ഓർമ്മക്കുറവുകൊണ്ട് പറയുന്നതാണോ സഖാവേ? ശരി, ബാക്കി കൂടി പറയും. വല്ല സർക്കാർ ഉദ്യോഗമോ വല്ല ക്ഷേത്രങ്ങളിലെ പൂജയുമല്ലാതെ വേറെ എന്താ ഉള്ളത്? അതൊക്കെ പോരെ സഖാവേ. ഇപ്പോൾ ഒരു പൂജയ്ക്കൊക്കെ എന്താ ചിലവെന്നറിയോ സഖാവിന്? ഈ ലിസ്റ്റ് ഒന്ന് നോക്കൂ, കണ്ണ് തള്ളിപ്പോവും. ഇത് മാത്രമൊന്നുമല്ല, 50,000 1,00,000 രൂപയും ചിലവുള്ള പൂജകളൊക്കെ ഉണ്ട്. ഇപ്പോൾ വലിയ വലിയ ക്ഷേത്രങ്ങളിലൊക്കെ ശാന്തിയായി കഴിഞ്ഞാൽ പിന്നെ അവരെയൊക്കെ കിട്ടണമെങ്കിൽ നല്ല പാടപ്പോൾ പഴയ പോലെ അല്ല സഖാവേ. 1000 കൊടുത്താലേ അവരെയൊക്കെ കിട്ടൂ. അവർക്ക് കളിക്കാനും കുഴിക്കാനും ഒന്നും അവർക്ക് പറ്റത്തുമില്ല. കാരണം അത് പരമ്പരാഗതമായുള്ള ഒരു ജനറ്റിക്കലായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സാണ്. വാസ്തവത്തിൽ അവർക്ക് ഒരുപാട് സിമ്പതി അർഹിക്കും. നമുക്ക് സംവരണമൊന്നും കൊടുക്കാൻ പറ്റത്തില്ല ഭരണഘടന പ്രകാരം. പറഞ്ഞ് സഖാവിൻ്റെ പോക്ക് എങ്ങോട്ടാ? അതുകൂടെ പറഞ്ഞാൽ കാര്യം ക്ലീൻ.